ഇനി നമുക്ക് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ നോക്കാം. അപ്പോൾ ഏതൊരു ഓർഗാനിസത്തിൻ്റെയും റെസ്പിറേറ്ററി മെക്കാനിസം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് രണ്ടായിട്ടാണ് പഠിക്കുക അല്ലേ. അതായത് എങ്ങനെ എയർ ഉള്ളിലേക്ക് എത്തുന്നു, അതാണ് മെക്കാനിസം ഓഫ് ഇൻസ്പിറേഷൻ. എങ്ങനെ ഉള്ളിലുള്ള റെസ്പിറേറ്ററി ഓർഗൻ്റെ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകുന്നു, അതാണ് മെക്കാനിസം ഓഫ് എക്സ്പിറേഷൻ. ഓക്കെ, അപ്പോൾ അത് രണ്ട് മെക്കാനിസം ആയതുകൊണ്ടാണ് നമ്മളത് രണ്ടായിട്ട് തന്നെ പഠിക്കുന്നത്. ഇനി ബേർഡ്സിൻ്റെ കേസ് പറയുമ്പോൾ എഗെയിൻ ബേർഡ്സ് വൈൽ ദേ ആർ ഇൻ റെസ്റ്റ്, പറക്കാതെ ഇരിക്കുന്ന സമയത്ത് ദ മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ ഒരു പ്രത്യേക ടൈപ്പ് ആയിരിക്കും. ആൻഡ് വൈൽ ദേ ആർ ഫ്ലൈയിങ് ദേ യൂസ് അനദർ മെക്കാനിസം. അപ്പോൾ ബേർഡ്സിൽ നമ്മൾ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ പഠിക്കും. അതേപോലെ തന്നെ ഹൗ ദ ബേർഡ്സ് റെസ്പയർ വൈൽ ദേ ആർ ഇൻ റെസ്റ്റ് ആൻഡ് ഹൗ റെസ്പിറേഷൻ ഓക്കേഴ്സ് വൈൽ ദേ ആർ ഇൻ ഫ്ലൈറ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാനുണ്ട്. അധികമൊന്നുമില്ല, വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, എങ്ങനെയാണ് ഇൻസ്പിറേഷൻ നടക്കുന്നത് എന്നുള്ളത്. റിബ്സിൻ്റെയും ലങ്സിൻ്റെയും ഇടയിലുള്ള ഇൻ്റർകോസ്റ്റൽ മസിൽസ് അല്ലേ, റിബ്സിൻ്റെ ഇടയിൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഈ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ദ റിബ്സ് വിൽ ബി എലിവേറ്റഡ് അല്ലേ, സ്റ്റേർണം മുന്നിലേക്ക് തള്ളും. ദ റിബ്സ് വിൽ ബി എലിവേറ്റഡ്. അപ്പോൾ എന്താ ഉണ്ടാവുക, the volume of thoracic cavity increases അല്ലേ. വോള്യൂം കൂടുന്ന സമയത്ത് പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ പാസേജ് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് അല്ലേ, റൈറ്റ് ഫ്രം ദി എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. അവിടെ വാൽവോ അടപ്പോ ഒന്നുമില്ല, തുറന്ന് കിടക്കുക. അപ്പോൾ ഈ ലങ്സിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയുമ്പോൾ ഔട്ടർ അറ്റ്മോസ്ഫിയർ ഹയർ പ്രഷറാണ്. സോ ദ എയർ റഷസ് ഇൻ ത്രൂ ദ പാസേജ് അല്ലേ. അങ്ങനെ നമ്മുടെ ട്രക്കിയയിൽ കൂടെ പ്രൈമറി ബ്രോങ്കസിൽ കൂടെ എത്തുകയാണ് അല്ലേ. വെസ്റ്റിബ്യൂളിൽ കൂടെ വന്ന് മീസോബ്രോങ്കസിൽ കൂടെ വന്ന് എവിടെ എത്തും, ത്രൂ ദ എൻഡോബ്രോങ്കൈ അല്ലേ. ദേ റീച്ചസ് ദി പാരാബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ്. കുറച്ച് എയർ ഇൻസ്പിറേറ്ററി എയർ സാക്സ്, മീസോബ്രോങ്കസ് നമ്മൾ പറഞ്ഞില്ലേ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇൻസ്പിറേറ്ററി എയർ സാക്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് എയർ ഇൻസ്പിറേറ്ററി എയർ സാക്സ് ഫില്ല് ചെയ്യും, കുറച്ച് എയർ എൻഡോബ്രോങ്കൈയിൽ കൂടെ പാരാബ്രോങ്കൈയിൽ കൂടെ നമ്മുടെ എയർ കാപ്പിലറീസിലെത്തും. അവിടെ നമുക്കറിയാം അല്ലേ, എന്താണ് എയർ കാപ്പിലറീസ്, ദേ ആർ ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ബ്ലഡ് കാപ്പിലറീസ്. അപ്പോൾ അവിടെ എന്ത് നടക്കും, റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ, അങ്ങനെയാണ് ബേർഡ്സിൽ എന്ത് നടക്കുന്നത്, ഇൻസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാവും എക്സ്പിറേഷൻ നടക്കുക, ആ കൺട്രാക്ട് ചെയ്ത മസിൽസ് എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. ഇത് കൂടാതെ അബ്ഡോമിനൽ മസിൽസും കൺട്രാക്ട് ചെയ്യും. അപ്പോഴോ സ്റ്റേർണവും റിബ്സും ഒക്കെ പഴയ സ്ഥലത്തിലേക്ക് തിരിച്ചു പോകും അല്ലെ. സ്റ്റേർണം മുകളിലേക്ക് കയറുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഇറ്റ് പ്രസ്സസ് ദി ലങ്സ് അല്ലേ. അപ്പോൾ എന്തായി, തൊറാസിക് ക്യാവിറ്റി കുറയും, പ്രഷർ കൂടും അല്ലെ. ലങ്സിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ത്രൂ ദ എക്ടോബ്രോങ്കൈ the air reaches the mesobronchus and from there through the trachea it moves out. ഒരു നോർമൽ എക്സ്പിറേഷൻ. ഓക്കെ, പക്ഷേ ബേർഡ്സ് സാധാരണക്കാരല്ല അല്ലേ. ദേ ആർ ഹാവിങ് സോ മെനി അഡാപ്റ്റേഷൻസ്. മറ്റ് ആനിമൽസിലൊന്നും കാണാത്ത രീതിയിലുള്ള ചില അഡാപ്റ്റേഷൻസ് ബേർഡ്സിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം കാണിക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നോർമലി എക്സ്പിറേഷൻ നടക്കുന്നു എക്ടോബ്രോങ്കയിൽ കൂടെ, മെസോബ്രോങ്കസിൽ കൂടെ, ട്രക്കിയൽ ട്യൂബ്സിൽ കൂടെ എയർ പുറത്തേക്ക് പോകും. ഓക്കെ, ഇനി നമ്മുടെ ഇൻസ്പിറേറ്ററി എയർ സാക്ക് ഇവിടെ ഉണ്ട് അല്ലേ, അത് ഫുള്ളായിരിക്കുകയാണ് ഇൻസ്പിറേഷൻ്റെ സമയത്ത്. എക്സ്പിറേഷൻ്റെ സമയത്ത് ഈ സ്റ്റേർണമൊക്കെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്പിറേറ്ററി എയർ സാക്കിൻ്റെ ഉള്ളിലുള്ള എയർ ത്രൂ ദ റിക്കറൻറ്റ് ബ്രോങ്കൈ ഇറ്റ് നൗ ഫിൽസ് ദ എക്സ്പിറേറ്ററി സാക്ക്. ഇറ്റ് നൗ fills the expiratory sac. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന എയർ
റിക്കറൻറ്റ് ബ്രോങ്കയിൽ കൂടെ എക്സ്പിറേറ്ററി സാക്കിലേക്ക് എത്തുന്ന എയർ ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ എവിടേക്ക് നമ്മുടെ എൻഡോബ്രോങ്കയിലെത്തും. അങ്ങനെ ബ്രോങ്ക്യൂൾസിലെത്തും. ഓക്കെ, അപ്പോൾ നോക്കൂ, എക്സ്പിറേഷൻ്റെ സമയത്തും ബേർഡ്സിൻ്റെ ബ്രോങ്കിയോൾസിൽ എന്തുണ്ട്? എയർ ഉണ്ട്, ഫ്രഷ് എയർ ഉണ്ട്. പിന്നെ അടുത്ത ഇൻസ്പിറേഷൻ സമയത്ത് ഇതിന് വീണ്ടും എയർ എൻഡോബ്രോങ്കയിലെത്തുന്നു, നോർമൽ എയറും എത്തുന്നു. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു എയർ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇൻസ്പിറേഷൻ്റെ സമയത്തും എയർ ഉണ്ട്, എക്സ്പിറേഷൻ്റെ സമയത്തും എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ ബേർഡ്സിൽ രണ്ട് സമയത്തും, അതായത് ഇൻസ്പിറേഷൻ്റെ സമയത്തും എക്സ്പിറേഷൻ്റെ സമയത്തും റിന്യൂവൽ ഓഫ് എയർ ഇസ് ഒക്കറിങ് ഇൻ ദി ട്യൂബ്യൂൾസ്, റെസ്പിറേറ്ററി ട്യൂബ്യൂൾസ് അല്ലേ. രണ്ട് സമയത്തും റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് റെസ്പിറേഷനെ നമ്മൾ ഡബിൾ റെസ്പിറേഷൻ എന്ന് പറയും. സോ ദാറ്റ് മാക്സിമം ഓക്സിജൻ വിൽ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, അപ്പോൾ മറ്റ് ആനിമൽസിൽ ഇൻസ്പിറേഷൻ്റെ സമയത്താണ് എക്സ്ചേഞ്ച് നടക്കുക, എക്സ്പിറേഷൻ സമയത്ത് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ബട്ട് ബേർഡ്സിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ബോത്ത് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. അതുകൊണ്ടാണ് അതിനെ ഡബിൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റെസ്റ്റ് എടുക്കുന്ന ബേർഡിൻ്റെ അവസ്ഥയാണ്. ഇനി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി അല്ലേ, ഹൗ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ഒക്കേഴ്സ്. അവിടെ ഇൻസ്പിറേഷന് വലിയൊരു പ്രശ്നം വരില്ല. കാരണം എന്താ? ബേർഡ് എയറിൻ്റെ ഒരു കോളത്തിനെ തുളച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പറക്കുന്നത് അല്ലേ. ആൻഡ് ഓൾ ദി ഓപ്പണിങ്സ് ആർ ഓപ്പൺ, എക്സ്റ്റേണൽ ലെയേഴ്സ് മുതൽ. അപ്പോൾ എയർ നാച്ചുറലി ഇറ്റ് റഷസ് ഇൻ ആൻഡ് ഫിൽസ് ദി റെസ്പിറേറ്ററി ഓർഗൻ ആൻഡ് ദി റെസ്പിറേറ്ററി എയർ സാക്സ്. ബട്ട് ഹൗ എക്സ്പിറേഷൻ ഒക്കേഴ്സ്? ബേർഡ് പറക്കുകയാണ് അല്ലേ, അപ്പ് സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഡൗൺ സ്ട്രോക്കിൻ്റെ സമയത്ത് വെർട്ടിബ്രൽ കോളം ഇറ്റ് ജസ്റ്റ് പുഷസ് അല്ലേ, അമർത്തും, ലങ്സിനെ അമർത്തും. അപ്പോൾ എന്ത് നടക്കും? എക്സ്പിറേഷൻ നടക്കും. അങ്ങനെയാണ് ഫ്ലൈറ്റ്, അതായത് ഒരു ബേർഡ് പറക്കുന്ന സമയത്ത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ക്വൈറ്റ് ഈസിയർ ദാൻ വൈൽ ദ ബേർഡ് ഇസ് ഇൻ ദി റെസ്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ ഇൻ ബേർഡ്സ്. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കും കൂടെ നോക്കാം, കാരണം ഇതും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട്. You can see about the structure of the syrinx, which is a sound producing organ. Okay, ഇത് എല്ലാ ബേർഡ്സിലും ഇല്ല കേട്ടോ, ചില ബേർഡ്സിൽ ആബ്സെൻ്റ് ആണ്, പക്ഷെ പീജിയനിലുണ്ട് സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗൻ ആയിട്ടുള്ള സിറിങ്സ് ഉണ്ട്. അപ്പോൾ സിറിങ്സ് നമ്മൾ പറഞ്ഞു ജസ്റ്റ് ആൻ എക്സ്പാൻഷൻ, നമ്മുടെ ട്രക്കിയ പ്രൈമറി ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു പോർഷൻ, ഇതാണ് സിറിങ്സ്. അപ്പോൾ പീജിയനിൽ സിറിങ്സ് എന്ന് പറയുന്നത് ട്രക്കിയോ ബ്രോങ്കിയൽ ടൈപ്പ് ആണെന്ന് പറയാം. ട്രക്കിയൻ്റെയും ബ്രോങ്കസിൻ്റെയും ഇടയിലായതുകൊണ്ട് ട്രക്കിയോ ബ്രോങ്കിയൽ ടൈപ്പ്. ചില ബേർഡ്സിൽ ഇത് ട്രൂലി ട്രക്കിയലാണ്, ചില ബേർഡ്സിൽ ബ്രാങ്കിയലാണ്. ആ ഭാഗത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചേംബർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ ടിംപാനം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് എക്സ്പാൻഡഡ് ചേംബർ ഇസ് കോൾഡ് ആസ് ടിംപാനം. ഇതാണ് സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാനുള്ള ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിറിഞ്ചിയൽ വാൾസ്, ദേ ആർ പ്രൊട്ടക്റ്റഡ് ഓർ സപ്പോർട്ടഡ് ബൈ മീൻസ് ഓഫ് സിറിഞ്ചിയൽ ആർച്ചസ്. ഇത് ശരിക്കും നമ്മുടെ ബോണി ട്രക്കിയൽ റിങ്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് 3 or 4 ട്രക്കിയൽ റിങ്സും വരും. അതേപോലെ ഓരോ ബ്രോങ്കസിലെ ഫസ്റ്റ് ബ്രോങ്കിയൽ റിങ്ങും വരും. നമ്മൾ പറഞ്ഞതാണ് ഈ ഫസ്റ്റ് ബ്രോങ്കിയൽ റിങ്ങും അതേമാതിരി ട്രക്കിയൽ റിങ്സും കംപ്ലീറ്റ് റിങ്സ് ആണ്, ബോണി റിങ്സ് ആണ്, ഈ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിറിഞ്ചിയൽ ആർച്ചസ്. പിന്നെ നമ്മുടെ ടിംപാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു ജംഗ്ഷനിൽ ടിംപാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു വൈബ്രേറ്ററി മെംബ്രെയിൻ കാണാം. ഇതിനെയാണ് സെമി ലൂണാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ക്രസെൻറ്റിക് മെംബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് സപ്പോർട്ടഡ് ബൈ മീൻസ് ഓഫ് എ സ്മോൾ കാർട്ടിലേജിനസ് പ്ലേറ്റ്. ആ കാർട്ടിലേജിനസ് പ്ലേറ്റ് ആണ് പെസ്യൂലസ്. ഇനി ഈ ടിംപാനത്തിൻ്റെ ഉള്ളിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ, ഇറ്റ് ഇസ് ലൈനിങ് ദി exterior as well as interior cavity.
ഈ രണ്ട് ഭാഗത്തും മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഒരു ലൈനിങ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഫോംസ് ദി ഔട്ടർ ടിംപാനിഫോം മെംബ്രെയിൻ. ഈ ഭാഗത്ത് ഔട്ടർ ടിംപാനിഫോം മെംബ്രെയിൻ, ഈ ഭാഗത്ത് inner part is covered by the inner tympaniform membrane. So that forms the outer and inner wall of the bronchus. Now, appo ee oru vibration, vibratory membrane de vibration aanu sound produce cheyunnu. Okay, so this is also regulated by the certain muscles called as the syringeal muscles. Syringeal muscles രണ്ട് ടൈപ്പാണുള്ളത്. ഒരു പെയർ ഇൻട്രിൻസിക് സിറിഞ്ചിയൽ മസിൽസ് ഉണ്ട്, ഒരു പെയർ എക്സ്ട്രിൻസിക് സിറിഞ്ചിയൽ മസിൽസ് ഉണ്ട്. ഇതാണ് ഈ മെംബ്രെയിൻ്റെ ടെൻഷൻ കൺട്രോൾ ചെയ്തിട്ട് സൗണ്ടിൻ്റെ പിച്ചും ഒക്കെ എക്സ്പിറേറ്ററി എയർ ഇതിലേക്കൂടെ പോകുന്ന സമയത്താണ് ഈ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുന്നു. ദ പിച്ച് ഇസ് റെഗുലേറ്റഡ് ബൈ ദി ടിംപാനിഫോം മെംബ്രെയിൻസ്. അങ്ങനെയാണ് ഒരു സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ വൈബ്രേഷൻ ബൈ ദി സെമിലൂണാർ ആസ് വെൽ ആസ് ദി ടിംപാനിഫോം മെംബ്രെയിൻ ഡ്യൂറിങ് ദി എക്സ്പിറേറ്ററി എയർ കറൻസ്. അങ്ങനെയാണ് സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. പിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടിംപാനിഫോം മെംബ്രെയിൻസ്, അതേമാതിരി സിറിഞ്ചിയൽ മസിൽസ് ദി കൺട്രോൾ ദി പിച്ച് ഓഫ് ദി സൗണ്ട് ബൈ കൺട്രോളിങ് ദി ടെൻഷൻ ഓഫ് ദി മെംബ്രെയിൻ. അങ്ങനെയാണ് ബേർഡ്സിൽ എന്താണ് സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിറിങ്സ് ആൻഡ് ദി പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ ദി കേസ് ഓഫ് ദി PG. ഇനി നമുക്ക് അടുത്ത സിസ്റ്റമാണ് നോക്കാനുള്ളത്. അടുത്ത സിസ്റ്റം എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം കഴിഞ്ഞ് വരുന്ന സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, വിത്ത് ദി ഹാർട്ട് ആൻഡ് ദി അസോസിയേറ്റഡ് സ്ട്രക്ചർ.